നാളെ മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആ ബഡ്ജറ്റിനെ കുറിച്ചൊന്നല്ല നിങ്ങൾക്ക് വേവലാതി. ഉമ്മൻചാണ്ടിയെ എങ്ങനെ കസേരയിൽ നിന്ന് ഇറക്കാം എന്നാണ് നിങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ലതാണ് നിങ്ങളുടെ ചർച്ച. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതും UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണമായിട്ടല്ലല്ലോ ഇപ്പോൾ പറയേണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് കേരളം കണ്ടതാണല്ലോ. അല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് ബഡ്ജറ്റ് ഞാനൊക്കെ ഇത്രയും വർഷക്കാലത്ത് രാജ്യപ്രവർത്തനം നടക്കുമ്പോൾ നാളെ ബഡ്ജറ്റ് വരുമ്പോൾ ഇന്ന് കേരളത്തിൽ ഗൗരവമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഇന്നും നടന്നിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അതാണല്ലോ. അല്ല, ഇന്നും നടന്നിട്ടുണ്ട്. ചർച്ചകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ബഡ്ജറ്റ് സംബന്ധിച്ച ചർച്ചകൾ തന്നെയാണ് ഇന്നും നടന്നത്. താങ്കൾ ചാനൽ കണ്ടാൽ അറിയാം. 8 മണി മുതൽ 9 മണി വരെ ആ ചർച്ചയായിരുന്നു. ന്യൂസ് അവറിലെ ചർച്ച, പ്രധാന ചർച്ച ഇന്ന് ഇപ്പൊ ഞാൻ കണ്ടതാണ്. 8 മണി മുതൽ 9 മണി വരെ പ്രൈം ടൈമിൽ നമ്മുടെ 8 മണി മുതൽ 9 മണി വരെ നമ്മുടെ പ്രൈം ടൈമിൽ ചർച്ച ബഡ്ജറ്റ് തന്നെയായിരുന്നു. അല്ല, നമ്മളെ പ്രധാന ചർച്ച ഉമ്മൻചാണ്ടിയെ നേതൃത്വത്തിൽ മാറ്റാൻ വേണ്ടി ഐ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ആര് പറഞ്ഞു? രമേശ് ചെന്നിത്തല പറഞ്ഞോ? അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരു നേതാവ് അഭിപ്രായം പറഞ്ഞോ? നിങ്ങൾക്ക് അവരെ മാധ്യമപ്രവർത്തകർ വാർത്തയെടുക്കുന്നത് ഈ നേതാക്കന്മാർ നേരിട്ട് പറഞ്ഞിട്ടല്ലല്ലോ ശ്രീ പുന്നക്കൈ മുഹമ്മദ്. അത്തരത്തിൽ സോഴ്സുകൾ ഉണ്ടാകും അറിയാൻ. അങ്ങനെയാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ഒരു മുഖ്യമന്ത്രി വന്ന് നേരിട്ട് പറയുകയാണ് എനിക്കെതിരെ ഇങ്ങനെ വന്നു എന്ന് ആരും ഒരിക്കലും പറയാൻ പോകുന്നില്ലല്ലോ. അല്ല, നിങ്ങള് ഈ ചർച്ചക്ക് പോകുന്ന ആളൊക്കെ റിപ്പോർട്ട് ചാനലിനോട് ലൈവായി സംസാരിക്കാൻ പോകുന്നതല്ലേ? ഗുലാം നബി ആസാദ് നിങ്ങളോട് പറഞ്ഞോ? ഐ ഗ്രൂപ്പിലെ നട്ടലുള്ള ഏതെങ്കിലും ഒരു നേതാവ് നിങ്ങളെ മുന്നിൽ പറയണം ഞങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് തെറ്റില്ല. കാരണം കോൺഗ്രസിൽ ജനാധിപത്യം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയോ നേതാക്കന്മാർ ഇതുവരെ പറഞ്ഞിരിക്കുന്നു. ഈ സോളാറും ബാർക്കോഴയും അടക്കം സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റിട്ടുണ്ട് എന്ന് എത്രയോ ഐ ഗ്രൂപ്പ് നേതാക്കൾ അടക്കം പറഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ. ആരോട് പറഞ്ഞു എന്നാ പറയുന്നത്? താങ്കൾ കണ്ടിട്ടില്ലായിരിക്കാം. ശ്രീ ലിയോ രാധാകൃഷ്ണൻ